ജീവിക്കണം, മാതാപിതാക്കൾ ആരാണ്, കുടുംബാംഗങ്ങൾ ആരൊക്കെയാണ്, എല്ലാം ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതാ സെഖര്യാവ് എന്ന ഒരു പുരോഹിതൻ ജനത്തെ മുമ്പിൽ നിന്ന് നയിക്കുന്നു എന്ന് പറയും. മരുഭൂമിയിൽ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നല്ലോ എന്ന് പറയുമല്ലോ. നശിപ്പിക്കരുത് ദൈവമേ, പകരം എൻ്റെയും കുടുംബത്തെ കൊന്നുകളയുക എന്ന് പറയും. ഇതാണ് മധ്യസ്ഥത, ഇതാണ് ദൈവത്തോടുള്ള മധ്യസ്ഥത. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 18 മുതലുള്ള വാക്യത്തിൽ ഇതാണ് പറയുന്നത്. യോനാ പ്രവചനം, യോനായിൽ കൂടെ ആ ജനത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ പ്ലാനും അതിന്റെ അകക്കാമ്പും അടുത്തറിഞ്ഞ യോന ദൈവം ദയാലുവാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ മനസ്സ് പങ്കിടാൻ കഴിയാതിരുന്ന യോനായെ പിന്നെ ദൈവം നിർബന്ധിച്ചയക്കുകയാണ്. രാജാവും ഭൃത്യന്മാരും ഒന്നിച്ച് രട്ടെടുത്ത് ദൈവം അനുദപിക്കുകയാണ്. കനിയണമേ ദൈവമേ, ദേശത്തെ നശിപ്പിക്കരുതേ എന്ന് പറയുന്നു. യോനായെ പ്രബുദ്ധനാക്കിയ ദൈവത്തിന്റെ ഒരൊറ്റ വാക്കാണ്, 1,20,000 ചില്ലാനും ജനങ്ങളും മൃഗങ്ങളും നശിച്ചു പോകുന്നതിൽ എനിക്ക് അയ്യോ ഭാവമില്ലയോ. 1,20,000 ചില്ലാനും ജനങ്ങളും മൃഗങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നു, നശിച്ചു പോകുന്നു. വേദപുസ്തക സാക്ഷ്യം, അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരുമായിരുന്നു. അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളും മോതിരമായി ഇതിനു മുമ്പ് എന്താണ് ഇവിടെ നടക്കുന്നത് മനസ്സിലാകാതെ. കോവിഡിന് ശേഷം കൂടുതൽ ജനത്തിരക്ക് ഞാൻ കൺവെൻഷനിൽ കണ്ടു. ഈ വർഷം 2024 ഭയങ്കര ജനത്തിരക്കാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സഭയുടെ മർത്തോമ സഭയുടെ സഫ്രഗൻ മെത്രാപ്പൊലിത്ത ജോസഫ് മാർ ബർണബാസ് തിരുമേനിയുടെ പ്രസംഗമാണ്. രാത്രി യോഗങ്ങളിൽ ഇത്രയും വിശ്വാസജനം പങ്കെടുക്കുന്നത് ഞാൻ ഈ വർഷമാണ് കാണുന്നത്, 2024 കാണുന്നത്. കോവിഡിന് ശേഷം ഇത്രയും ജനം പങ്കെടുത്തിട്ടുണ്ട് ഈ വർഷം. ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ ശേഷം എത്രയോ സിംഗിൾ പേരൻസ് ആണ് നമ്മുടെ ചുറ്റും, എത്രയോ അനാഥമാക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് നമുക്ക് ചുറ്റും. ഒരു കമ്മ്യൂണിറ്റിയുടെ നിലനിൽപ്പ് മുഴുവൻ ഭദ്രമായ കുടുംബജീവിതമാണ്. എന്തുകൊണ്ട് ഇതിങ്ങനെ പോകുന്നു? ദൈവത്തിനാണോ? രണ്ടു പേർക്കും പരിസ്ഥിതികൾ ഒരുപോലെയാണ്, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്. എന്നാൽ പാറമേൽ പണിത വീട് മാത്രം സ്ഥായിയായില്ല. അദ്ദേഹം പറഞ്ഞാണ് സഭയുടെ വലിയ താല്പര്യമാണ് നിങ്ങളെല്ലാവരും പന്തൽ കീഴേ ഇരിക്കുന്നത് നിങ്ങളുടെ ഗുണമല്ല, നിങ്ങളുടെ പ്രാർത്ഥനാലയത്തിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റിയില്ല. വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങുന്തോറും കുടുംബങ്ങൾ ചിന്തിച്ചു പോകും. ഇന്ന് പോലെ എനിക്ക് നിങ്ങളോടുള്ള ഒന്നത്, നിങ്ങൾ വന്നാൽ നന്നായി, എന്നാൽ തിരിച്ചു വരുമ്പോൾ തീരുമാനമെടുത്ത് നമ്മുടെ വീട്ടിൽ എന്നും കുടുംബ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും എല്ലാവരും ചേർന്ന് ഉണ്ടായിരിക്കണം. ഈ ഒരു നിശ്ചയം മതി ഈ കൺവെൻഷൻ അനുഗ്രഹിക്കപ്പെടുവാൻ, സഭ അനുഗ്രഹിക്കപ്പെടുവാൻ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് കർത്താവ് ഈ വേദനാരിയുണ്ടായിരുന്നു. നിഷ്കളങ്കരും എന്റെ വചനം പറയുന്നു. പരിമിതികളെ പ്രോജ്വലമാക്കുന്ന ദൈവിക പദ്ധതി അത് ഇന്നും എന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിയാകാമെന്ന് പറഞ്ഞു വന്ന പലരും കുരിശിന്റെ ചുമട്ടുപോയി ചോദിക്കുന്ന ഒരു കാലമാണ്. കണക്ക് പറയുകയും ചോദിക്കുകയും ചെയ്യുന്നവർ വർദ്ധിച്ചു വരുന്നു. കേശാദിവാദം സമർപ്പിച്ചവരാണ് വൈദികർ. തലവരെ ദൈവത്തിന് കീഴ്പ്പെടുത്തുകയാണ്. എന്ത് കിട്ടുമെന്ന് വിചാരിച്ച പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകി നമുക്ക് ചുറ്റും ഇതുപോലെ
പകരം വയ്ക്കാനും പങ്കുവയ്ക്കാനും ഒരാളില്ല. പുരുഷനുമായി വേള മക്കളും അന്യമതസ്ഥരുമായി വീട്ടിൽ പെട്ടെന്നൊരു മരണം, നല്ലൊരു ജോലി മധ്യേ പുറത്താക്കപ്പെടുക, ലഹരി ഉപയോഗിച്ച് വീടിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാലം വീട്ടിൽ നടക്കുന്നത്. ഇതെല്ലാം ഒരു വീട്ടിൽ അടിക്കടി നടക്കുമ്പോഴുണ്ടാകുന്ന മാനസിക ക്ലേശം ഒരു ശാന്തനമാക്കി പറയാൻ നമുക്ക് സമയം കഴിയുമ്പോൾ ശ്രമിക്കാറുണ്ട്. ഇവിടെയാണ് ക്രിസ്തീയ ഔദാര്യം. ഇടവക മിഷൻ, സേവികാ സംഘം, സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് ഇതാണ്. ഇങ്ങനെയുള്ള ഭവനങ്ങൾ തെരഞ്ഞുപിടിച്ച് ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വാതന്ത്ര്യം, ദൈവിക സമാധാനം, പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ പരിശുദ്ധ കന്യമറിയാമനെ പോലെ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കാനും കഴിയും. സാധാരണ ആത്മഹത്യ ചെയ്യുന്ന വീടുകളെ നമുക്കൊരു വെറുപ്പാണ്. ആ വീട്ടിലുള്ളവരുടെ മാനസികമായ പിരിമുറുക്കം വളരെ വലുതാണ്. സംസാരിക്കാൻ ഒരാളില്ല, കാണാൻ ഒരാളില്ല, ദുഃഖത്തിൽ ആശ്വസിപ്പിക്കാൻ ഒരാളില്ല. ഗർഭിണിയാണ്, അവരുടെ ഉള്ളിൽ സ്വർഗം താഴെ ഇറങ്ങി വന്നിരിക്കുന്നു. കർത്താവ് തന്നോട് പറഞ്ഞത് വിശ്വസിച്ച ഇവൾ ഭാഗ്യവതിയാണ്. കന്യമറിയാൻ പിന്നീട് പറഞ്ഞത് സകല തലമുറകളും എന്നെ ഭാഗ്യവതി. ഒരു സമയത്ത് ഇങ്ങനെ പറയും, അവൻ കന്യകയുടെ ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ സ്വർഗസിംഹാസനത്തിൽ ഇരുന്നിരുന്നുവെന്ന് നീ വിശ്വസിക്കണം, ഏറ്റു പറയാൻ. അവൻ കന്യകയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗസിംഹാസനത്തിൽ ഇരുന്നിരുന്നുവെന്നും നീ വിശ്വസിക്കണം, ഏറ്റു പറയണം. യേശു കർത്താവാണ്. ആരാണ് കർത്താവ്? ഇതൊരു സെക്യുലർ വേർഡാണ്. അധികാരം കൊടുക്കുന്നു. കൊരിന്ത്യർ ലേഖനം ഒന്നാം ലേഖനത്തിൽ പറയുന്നു, 8-ാം അധ്യായം, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആണ്. ഫിലിപ്പിയ ലേഖനത്തിൽ ക്രിസ്തുഗാഥ എന്ന് പറഞ്ഞ പ്രസിദ്ധമായ പാട്ട്, യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും, എല്ലാ നാവും യേശു കർത്താവ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി വിളിച്ചു പറയുന്നു കർത്താവിന്റെ അമ്മ. ഓരോ കുട്ടിയുടെയും തലയിൽ അമ്മമാരും മാതാപിതാക്കൾ തലയിൽ കൈവച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പറയണമെന്നാണ് എൻ്റെ ഒരു ചിന്ത. യേശു കർത്താവാണ്, യേശു ദൈവമാണ്, യേശു രക്ഷകൻ. അടിസ്ഥാന വിശ്വാസം തലയിൽ തന്നെ കൊടുക്കണം. തലയിൽ കൈവച്ച് ഉപനയനം ചെയ്യാൻ 3 പേർക്കാണ് അവകാശം: വൈദികർ, മാതാപിതാക്കൾ, അധ്യാപകർ. തോമസ് അപ്പോസ്തലന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് എന്റെ കർത്താവേ, എന്റെ ദൈവമേ. തോമായുടെ മക്കളാണ് എന്നെ ഇപ്രകാരം വീണ്ടും വീണ്ടും ചോദിക്കുന്നു. സാധാരണ ശിശുക്കളെ പോലെ ഭാഗ്യം കിട്ടാത്ത അനേകരും നമ്മുടെ മധ്യത്തിലുണ്ട്. വിവിധ സാഹചര്യം ചട്ടിയൊക്കെ എടുത്ത് ഇതുവഴി വരണം. റോഡോട് അങ്ങ് നടന്ന് അവിടെ ചെല്ലാം. റെസ്ട്രിക്ഷൻ മാറിയോണ്ട് ഭയങ്കര എല്ലാ ആഴ്ചയിലും വരും. വെള്ളം
ബാക്കി